ഭൂട്ടാൻ വാഹന കടത്ത് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വിവിധ കേന്ദ്ര ഏജൻസികൾ കൂട്ടായി അന്വേഷിക്കുകയാണ് ആ വിഷയം. കേസിൽ അന്വേഷണം തുടങ്ങിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി ഇന്ന് അറിയിച്ചു. എൻഐയും DRIയും അന്വേഷണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വിവിധ ഏജൻസികൾ കേസിന്റെ വിശദാംശങ്ങൾ കസ്റ്റംസിൽ നിന്ന് ശേഖരിച്ചു കഴിഞ്ഞു. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വാഹനക്കടത്ത് കേസിൽ കസ്റ്റംസിന് പിറകെ മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണത്തിലേക്ക് വരികയാണ്. ദേശീയ അന്വേഷണ ഏജൻസി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, കേന്ദ്ര GST വകുപ്പ് തുടങ്ങിയവരാണ് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നത്. മറ്റൊരു കേസ് പരിഗണിക്കവേ ED അന്വേഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നുണ്ട് എന്നതാണ് ED കോടതിയെയും അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് ദേശസുരക്ഷയെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഇതിൽ ഉണ്ട് എന്ന്. ഈ കാറുകളിൽ സ്വർണവും അതോടൊപ്പം തന്നെ മയക്കുമരുന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിലൂടെ ലഭിക്കുന്ന പണം തീവ്രവാദ ഫണ്ടിങ്ങിനടക്കം പോയി എന്ന സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. കൂടാതെ വ്യാജരേഖ ചമച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മാനങ്ങളുള്ള കേസാണ്. ഏകദേശം 200-നടുത്ത് വാഹനങ്ങളാണ് കേരളത്തിൽ മാത്രം വിറ്റിരിക്കുന്നതും ഇവിടെ ഓടുകയും ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകും. കള്ളപ്പണ ഇടപാട് തന്നെയാണ് ED സംശയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് PMLA അട്രാക്ട് ചെയ്യും. ഇതോടൊപ്പം തന്നെ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, വിദേശത്ത് നിന്ന് വാഹനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിലൊരു സംയോജിതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.